എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയും പേളി മാണിയെക്കുറിച്ചാണ്. അതിന്റെ സമയമൊക്കെ കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, പേളിയെ അൺഫോളോ ചെയ്യുക എന്നുള്ള ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു പോസ്റ്റും പിന്നെ അതങ്ങോട്ട് മന്ത്രിയുടെ രാജിവെപ്പും കൂടെ ആയപ്പോഴത്തേനും പേളിമാണി അങ്ങ് ഒറ്റപ്പെട്ടു എന്ന് തന്നെ പറയാം. അപ്പുറത്ത് ഇതൊക്കെ കാലം കൊടുക്കുന്ന മറുപടിയാണോ എന്നും അറിയില്ല. അങ്ങനെയൊക്കെ കമന്റ് ബോക്സിൽ കാണുന്ന കാര്യം കേട്ടോ. കാരണം രഞ്ജിനി ഹരിദാസും പേളിമാണി ബദ്ധശത്രുക്കളാണ്. ബിഗ് ബോസ് വെച്ച് തുടങ്ങിയതാണ്. ഈ അടുത്ത് രഞ്ജിനി ഹരിദാസ് ശ്രീനീഷിന്റെ ആദ്യ കാമുകിയെ കുറിച്ചും ഒക്കെ ആയിട്ട് എന്തൊക്കെയോ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴും എല്ലാവരും പേളിയുടെ കൂടെയാണ് നിന്ന് ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവളെന്തിനു ഇത് പറഞ്ഞുകൊണ്ട് വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ രഞ്ജിനി ഹരിദാസിന് അറ്റാക്കാണ് ഉണ്ടായത്. പക്ഷേ കുട്ടികളുടെ ഈ പ്രതിഷേധം ജന്തർ മന്ദിറിൽ നടന്നപ്പം രഞ്ജിനി ഹരിദാസ് നേരെ അങ്ങോട്ട് പോയി. അപ്പോഴും ആൾക്കാർ പറഞ്ഞു പേളിമാണിക്ക് കുടുംബവും ഭർത്താവും കുട്ടികളൊക്കെ ഉണ്ട്, പേളിമാണി അങ്ങനെയൊക്കെ പോകാൻ പറ്റത്തില്ല, രഞ്ജിനി പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫാമിലി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പോയതാ എന്നൊക്കെ പറഞ്ഞ് പേളിയുടെ ഫാൻസുകാർ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പേളി എൻ്റെ ഇടയ്ക്ക് കൊണ്ടിട്ട് ഈ പോസ്റ്റ് യുവജനങ്ങളെ മൊത്തം ദേഷ്യമാക്കി മുഴുവൻ പേരും അൺഫോളോ ചെയ്താണ്. അതോടൊപ്പം രഞ്ജിനി ഹരിദാസിന്റെ ഇമേജ് അങ്ങോട്ട് കുത്തനെ ഉയരുകയും ചെയ്തിട്ടുണ്ട്. പേളി മാണിയോട് അങ്ങോട്ട് ദേഷ്യമായി. പക്ഷെ അവർക്ക് അവരുടെ നിലപാട് പറയാം അല്ലെ, അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അവരവരുടെ നിലപാടാ പറഞ്ഞ് ആ പോസ്റ്റൊന്നും അവർ പിൻവലിച്ചിട്ടില്ല അവരുടെ ഇൻസ്റ്റയിൽ. അപ്പൊ ഇൻസ്റ്റയിൽ അൺഫോളോ ക്യാമ്പ് നടക്കുകയാണ്, യൂട്യൂബിലും അതെ അങ്ങനെ നടക്കുന്നു. പേർലി മാണിയുടെ ഫേസ്ബുക്ക് ഫോളോവേഴ്സിന്റെ എണ്ണം കാര്യമായി കുറഞ്ഞു. നേരത്തെ കഴിഞ്ഞ ദിവസം BJP അനുകൂല നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് ഇങ്ങനെ സംഭവിച്ചത്. 5.8 മില്യണിൽ നിന്ന് 5.5 മില്യണായി ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിന്റെ എണ്ണവും കുറയുകയാണ്. യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് 4.72 മില്യണിൽ നിന്ന് 4.63 മില്യനായി. ഇഷ്ടതരം കാവ്യെന്നും CJP പ്രതിഷേധത്തിലെ ഇരട്ട നിലപാടും സിബി മലയിലിനെ ഫെയിൽ ഡയറക്ടർ എന്ന് വിശേഷിപ്പിച്ചതുമാണ് തിരിച്ചടിക്ക് കാരണം. ഹരികൃഷ്ണൻ ചേരുന്നു. ഹരി, എന്താണ് സംഭവിച്ചത്? ഇന്നലെ ചില കാര്യങ്ങൾ പേർലി മാണി തുറന്നു പറഞ്ഞിരുന്നു. ഇവിടെ ഒരു സൈഡിൽ അൺഫോളോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, മറു സൈഡില് രഞ്ജിനി വന്നുള്ളൊരു പ്രസംഗം കേൾക്കാവേ. ഒരു മാറ്റം വേണം എന്ന് ആദ്യം ഒരു പക്ഷേ തീരുമാനിച്ചത് അവരാണ്. ബിക്കോസ് അവരാണ് ഏറ്റവും അധികം ഈ നാട്ടിൽ സഫർ ചെയ്യുന്നത്. നേരിട്ട് പോയി ഞാൻ കണ്ടു. ആൻഡ് ലിസൺ, നമ്മൾ ഈ വീഡിയോസിൽ കാണുന്ന ഒന്നുമല്ല അവരവിടെ. ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദീസ് കിഡ്സ് ഈസ് you can't compare it to anything else. These guys are chirichina adiyulum jerarike. Like, oh, okay, tear gas, come on, bring it on. I mean, it's unbelievable how they're doing it. And it is that sense of humor, it is that lightheartedness, it is that brave. You're so brave. Bhankar brave aanu. Itrayum dhairyam njangalku undarunneങ്കിൽ പണ്ടേ ഈ പ്രൊഡക്ഷൻ നടന്നേനെ. I'm telling you, but you guys have that. And ആ ഒരു സംഭവം ഇപ്പം വളരെ ഇന്റൻസ് ആയി ജന്തർ മന്തറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് നിങ്ങൾ ചോദിക്കുന്നത് അല്ലെ, നമ്മൾ ചോദിക്കുന്നത് is for an answer, accountability. Tell us why. Make this guy resign. He is the head of the education department. Education ഇത്രയധികം പ്രശ്നങ്ങൾ നടക്കുമ്പോൾ why is he not held accountable? Why are you not coming and talking to us? Why are you not having a dialogue? ഒരു democracy, ഒരു ജനാധിപത്യത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമല്ലേ listen to your people because we elected you. Because ആരാധകരെ കയ്യിലെടുക്കാൻ രഞ്ജിനിക്ക് സാധിച്ചു. ഇത്രയും കാലം വരെ രഞ്ജിനിയുടെ കൂടെ അല്ലായിരുന്നു ജനം. യുവജനങ്ങളാണേലും ആൾക്കാരാണ്. പേളിമാണിയുടെ ഈ ഒറ്റ പോസ്റ്റോട് കൂടിയും പിന്നെ രഞ്ജിനി അവിടോട്ട് കുട്ടികൾക്കൊപ്പം ചേരുകയും കൂടെ ചെയ്തപ്പം കഴിഞ്ഞു. ഇപ്പൊ രഞ്ജിനിയിലേക്കാണ് ജനത്തിന്റെ ഒരു ഇഷ്ടത്തിന്റെ നോട്ടം പോകുന്നത്. നേരെ തിരിച്ച് പേളിമാണിയോട് ദേഷ്യമായി. അപ്പൊ യുവജനങ്ങളിൽ ചിലരുടെയൊക്കെ പ്രതികരണം ഒന്ന് കേൾപ്പിക്കാവേ. പേളി, നിനക്ക് പറ്റിയ പണിയെന്ന് പറയുന്നത് ഈ ബേസിലേക്ക് വിളിക്കുക, ഏതെങ്കിലും സിനിമയൊക്കെ ഇറങ്ങുമ്പം എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്നവന്മാരെയൊക്കെ വിളിച്ചിരുത്തി എന്തേലൊക്കെ പറഞ്ഞ് ചിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാ. പിന്നെ എന്താ പറയുന്നത്, നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരെ വിളിച്ച് ആണോടാ, അയ്യോ ആണോ, നീ കണ്ടോടാ, അയ്യോ അങ്ങനെ ആയിരുന്നോടാ, അതൊക്കെയാണ് നിനക്ക് പറ്റുന്നേ. നീ വിദ്യാഭ്യാസത്തെ പറ്റി സംസാരിക്കാൻ അതൊക്കെ നമുക്ക് ഒരുപാട് മുകളിലുള്ള കാര്യം. അതിനു വേണ്ടിയൊക്കെ പ്രയത്നിക്കുന്ന, കഷ്ടപ്പെടുന്ന, പുസ്തകത്തിന് മുമ്പിൽ ഇരുന്ന് പഠിച്ച് വായിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ അതിനെക്കുറിച്ച് സംസാരിച്ചോളും. പേളി ഇതിനു വേണ്ടി കഷ്ടപ്പെടണ്ട. മുമ്പിൽ കൂടെ പോകുന്ന ഏത് പട്ടിക്കിട്ടും കല്ലെറിയണമെന്നുള്ള നിന്റെ ഒരു തോട്ട് നീ വിട്. മനസ്സിലായോ? വിദ്യാഭ്യാസത്തിന്റെ വിലയോ അതിന്റെ പുറകെ ഓടുന്നതിന്റെ കഷ്ടപ്പാടോ ഒന്നും നിനക്കറിയത്തില്ല. നീ എങ്ങനെയോ ചാനലിൽ കയറി പറ്റി, അവിടുന്ന് കുറച്ച് ഫെയിം ഉണ്ടായിപ്പോയി, കുറെ കോമാളിത്തരം വൈറലായി. അങ്ങനെ ഇന്റർവ്യൂവിലൊക്കെ വരുന്ന ആൾക്കാരെ കുറെ അപമാനിച്ചും കാണുന്നവരെ എല്ലാം എടാന്നും പോടാന്നും ഒക്കെ വിളിച്ച് നീ എങ്ങനെയോ വൈറലായി രക്ഷപ്പെട്ട് നിൽക്കുന്നു.
നീ എന്ന് പറഞ്ഞ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടുന്നവരെയോ അവരൊരു സീറ്റിന് വേണ്ടി അലയുന്നവരെയോ പറ്റി സംസാരിക്കാറായിട്ടില്ല. മനസ്സിലായോ? ഈ പയ്യനെ ഇതിൻ്റെ അകത്ത് പേളിമാണിക്ക് വിദ്യാഭ്യാസമില്ല നല്ല പോസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പേളിമാണിയെ വ്യക്തിപരമായിട്ടൊക്കെ പറയട്ടെ. പേളിമാണി ഇട്ട പോസ്റ്റിന്റെ മറുപടി അതിന്റെ ഇടയ്ക്കൂടെ ബേസിൽ ജോസഫിനെ വെറുതെ എന്ന് ചിരിക്കുന്നു പറഞ്ഞ് കളിയാക്കുന്ന കേട്ടോ. ഇതാണ് മലയാളികളുടെ, ഇതൊരു ക്യാരക്ടറാണ് മലയാളികളുടെ. നമ്മൾ ആരെങ്കിലും ഒന്ന് പറയാനുണ്ട്, മറ്റൊരാളെ ചാരി ഒരു പറച്ചിൽ. ഇതിലൂടെ ആ പയ്യന് ബേസലിനോടും ദേഷ്യമുണ്ടെന്ന് മനസ്സിലായി. അതൊരു തരം അസൂയ എന്നേ പറയാൻ പറ്റുള്ളൂ. കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. എന്ത് കാര്യം ബേസൽ ചിരിക്കുന്ന ആ ബേസലിന് എത്രയോ പേര് കമന്റ് ബോക്സിൽ ബേസലിന്റെ ആ ചിരി ഇഷ്ടമാന്ന് പറയുന്നുണ്ട്. ബേസല് പണ്ട് അശ്വമേധം അതിൻ്റെ അകത്തൊക്കെ വന്ന് പ്രദീപിന്റെ മുന്നിൽ ഇരുന്ന് ക്വസ്റ്റ്യൻ ആൻസർ പറയുന്നത് കേട്ടിട്ടില്ലേ? ബേസലിന്റെ തലച്ചോറപ്പം എന്താന്നുള്ളത് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം. അത്രയും കഴിവുണ്ട്. അത് ഏത് പ്രായത്തിലാണ്? തീരെ ചെറുപ്പത്തിലെ, ആ ചെറുപ്പത്തിലേ തൊട്ടേ അത്രയും കഴിവ് ബുദ്ധിയൊക്കെ ഉള്ള ഒരു പയ്യനാണ്. ആ പയ്യനാണ് ഒരു ഡയറക്ടറായിട്ട് വന്നത്. ഇറങ്ങിയ പടങ്ങളൊന്നും മോശമൊന്നും, എല്ലാ പടമൊന്നും മോശമല്ല, നല്ല പടങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ എൻജോയ് ചെയ്ത പടങ്ങളുമുണ്ട്. ബുദ്ധിപരമായിട്ട് നല്ല. പിന്നെ പേളിമാണിയെ പറയാൻ വേണ്ടി ബേസലിനെ എടുത്തിട്ട് ആ ചിരി അങ്ങോട്ട് പറയേണ്ട കാര്യമില്ല. ഇനി രാഷ്ട്രീയ നിരീക്ഷകൻ രതീഷ് ചക്രവാണി, ആ പുള്ളിക്കാരൻ പറയുന്ന കാര്യഗൗരവത്തിൽ, ഇത്ര നേരം വലിയ കാര്യഗൗരവം ഉള്ളാലേ അദ്ദേഹം ഇച്ചിരി കാര്യഗൗരവത്തിൽ പറയുന്നേക്കാം. CJPന്റെ പ്രക്ഷോഭത്തിനെതിരെ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടും എതിർത്തുകൊണ്ടും നിരവധി സെലിബ്രിറ്റീസ് രംഗത്ത് വന്നിരുന്നു. അതിൽ പേളിമാണി എന്ന് പറയുന്ന അവതാരിക പല രീതിയിലുള്ള വലിയ സോഷ്യൽ മീഡിയ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പേളിമാണി അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം പറഞ്ഞു എന്നാണ് പൊതുവെ പറയുന്നത്. എന്നാൽ അതിനെതിരെ സോഷ്യൽ മീഡിയയിൽ നല്ല ഒരു ഹേറ്റേഴ്സ് അവർക്കിപ്പോൾ വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് സാറിന്റെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് പേളിമാണിക്ക് ആവശ്യത്തിനുള്ളത് ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ് അറ്റാക്കിൻ്റെ കാര്യത്തിൽ. എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യുന്നവർ കുറച്ചുകൂടി മാന്യമായിട്ടും പ്രോപ്പറായിട്ടും ഒക്കെ ചെയ്യണം എന്ന് പറയുന്ന കാര്യമുണ്ട്. കാരണം വിയോജിപ്പുകളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിൽ ചില ആളുകളുടെയൊക്കെ അഭിപ്രായം കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 25 വായിച്ചിട്ടാണ് ഇത് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിലൊന്ന് സച്ചിൻ ടെണ്ടുൽക്കറുടേതാണ്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും വ്യത്യസ്തമായി എനിക്ക് തോന്നിയത് പേളിമാണിയുടേതാണ്. പിന്നെ പേളിമാണിക്കൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ, എന്നാൽ മിണ്ടാതിരുന്നാൽ മതി. കാരണം പേളിമാണിയുടെ അതിൽ ഇൻകം ടാക്സിന്റെ ഒരു കേസ് വന്ന് കുറച്ച് തലവേദനയായിട്ട് നിൽക്കുകയാണ് പുള്ളിക്കാരി. അപ്പോൾ പുള്ളിക്കാരി ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അതുപോലെ BJP ഇങ്ങനെയുള്ള 25 വള്ളം ഉണ്ടെങ്കിൽ ആ 25 വള്ളത്തിലും കാലും കൈയും കുത്തിയാണ് നിൽക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ വിചാരിക്കുന്ന ഒന്നാമത്തെ കാര്യം. ഞാനും അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അത് ഈ ED റൈഡൊക്കെ ഭയന്നിട്ടാണോ പേളി ഇങ്ങനത്തെ ഒരു അഭിപ്രായം? പേളിക്ക് സ്വാഭാവികമായിട്ടും ED റൈഡൊക്കെ ഭയന്നിട്ട് തന്നെയല്ല. പേളിയൊക്കെ നിൽക്കാൻ അറിയുന്ന ആളുകളാണ്, അല്ലാതെ അഭ്യാസികളാണ്. അല്ലാതെ പേളിയൊന്നും ഒന്നിനോടും വലിയ കമ്മിറ്റ്മെന്റോ ആത്മാർത്ഥതയോ എന്നുള്ള ആളുകൾ അല്ല. പക്ഷേ പേളി ഇതിനെ നിർബന്ധിതനായത് പേളി ഇതിൽ പറയുന്നുണ്ട്. കുറെ ആളുകൾ ഞാൻ എന്താണ് സൈലന്റ് ആയിട്ടിരിക്കുന്നത്, എന്റെ അഭിപ്രായം ഇവിടെ എന്നൊക്കെ ചോദിച്ചിട്ടാണെന്ന്. ആ ചോദിച്ചവന്മാരാണ് ശരിക്കും പറഞ്ഞാൽ വള്ളിച്ചൂരലടിക്കുന്നത്. വല്ല ആവശ്യമുള്ള കാര്യമാണ് ഈ പുള്ളിക്കാരിയുടെ ഗതി എന്ന് ചോദിക്കേണ്ടത്. ഈ പുള്ളിക്കാരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മൊബൈലും വെച്ചുകൊണ്ട് നടന്ന് ഞാൻ മറ്റേ ശ്രീനീഷിന്റെ വീട്ടിൽ പോകുന്നു, അപ്പുറത്ത് പോകുന്നു, ഇപ്പുറത്ത് എന്തെങ്കിലും പരിപ്പേറി ഉണ്ടാക്കുന്നു, എത്ര സ്വാദ് ഈ പറയുന്ന പോലെ മേക്കപ്പ് ഇടുന്നു എന്നൊക്കെ പറയാനല്ലാതെ ഇതിലൊന്നും അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. ഇനി പറഞ്ഞേക്കണ അഭിപ്രായമാണെങ്കിൽ ഒരു 1.5 അഭിപ്രായം കൂടെ ഇവർ പറഞ്ഞേക്കണം. ശരിക്കും പറഞ്ഞാൽ ഇതിലെ സാഗർ ഇലിയസ് ജാക്കി എന്ന് പറഞ്ഞ സിനിമയിൽ പറയുന്നില്ല, ഒരു ചോദ്യമല്ല, ഒരു 1.5 ചോദ്യം ഉണ്ടെന്ന് പറയുന്ന 1.5 അഭിപ്രായം. കുറച്ച് നാളുകളായിട്ട് ഭയങ്കര ദുഃഖത്തിലായിരുന്നു എന്ന് പറഞ്ഞു. അതായത് വേദനയിലായിരുന്നു. വേദന എനിക്ക് പോലെ തലവേദനയൊക്കെ എടുത്തിട്ടായിരിക്കും, അല്ലാതെ പല്ലുവേദനയൊക്കെ ഉണ്ടായിട്ടായിരിക്കും. അല്ലാതെ ഇതൊന്നും ആയിരിക്കാൻ ഒരു സാധ്യതയില്ല. പക്ഷെ ഇതിനെക്കുറിച്ചാണെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. പിന്നെ പുള്ളിക്കാരി നമ്മളെല്ലാവരും കണ്ടു ജനത്തിന്റെ മറ്റേ ഐക്യവും അതുപോലെ തന്നെ നിശ്ചയദാർഢ്യവും ഒക്കെ നമ്മൾ കണ്ടു എന്നൊക്കെയാണ് പറഞ്ഞേക്കണം. ഇത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി പറഞ്ഞ കാര്യമാണ് ഒരു കമന്റ്. ഐ സോ ഹെഡ് ബ്രേക്കിംഗ് ഇമേജസ് ആൻഡ് വീഡിയോസ് ഓഫ് ക്ലാഷസ് ഇൻ വിച്ച് സ്റ്റുഡൻസ് ആൻഡ് ഓഫീസേഴ്സ് വർ ഹർട്ട്. ദാറ്റ് ചേഞ്ച്ഡ് സംതിങ് ഇൻ മീ. അതായത് പുള്ളിക്കാരി കണ്ടത് എങ്ങനെയാണ്? ഈ പോലീസ് ഓഫീസേഴ്സും, ശ്രദ്ധിക്കണേ, പോലീസ് ഓഫീസേഴ്സും കൂട്ടത്തിൽ വിദ്യാർത്ഥികളും ഹട്ടാവുന്നത് പുള്ളിക്കാരി കണ്ടു. ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന വിചാരം എന്താണെന്ന് വെച്ചാൽ പോലീസ് ഓഫീസേഴ്സൊക്കെ വീട്ടിൽ വെറുതെ വടിയും കുത്തി അവിടെ രാവിലെ ചായ കുടിച്ച് ചാരകസയൊക്കെ കിടക്കായിരുന്നു. അപ്പോൾ കുറെ വിദ്യാർത്ഥികൾ അങ്ങോട്ട് എന്നിട്ട് അവരുടെ തടിക്കിട്ട് കെട്ടി എന്നുള്ളതാണ് പുള്ളിക്കാരി പറയുന്നത്. എന്താ സംഭവിച്ചെന്താ? ഇവരാരെയും പറ്റിക്കാൻ നോക്കണത്? ഇവരുടെ എല്ലാ വ്ളോഗിലും എല്ലാ പരിപാടികളും, ഞാൻ ഈ പരിപാടിയൊന്നും അധികം കണ്ടിട്ടില്ല, ഞാൻ 1-2 കണ്ടിട്ടുള്ളൂ. ഒരൊറ്റ വ്ളോഗ് ഞാൻ കണ്ടിട്ടുള്ളൂ. ആ കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ ആയിപ്പോയായിരുന്നു. കാരണം ഇവരൊരു മറ്റേ ആ പെരുമ്പാവൂരുള്ള ഒരു ബിഗ് ബോസ് താരം ഉണ്ടല്ലോ, ഇപ്പൊ വലിയ പ്രശ്നങ്ങളിലൊക്കെ ഷിയാസ് കരീം. ആ ഷിയാസ് കരീമിന്റെ വീട്ടിലേക്ക് ഇവർ പോകുന്നു, എന്നിട്ട് ഗിഫ്റ്റ് മേടിക്കാൻ കയറുന്നു, എന്നിട്ട് ഗിഫ്റ്റും ചോക്ലേറ്റും ഒക്കെ എന്തോ മേടിച്ചിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതിലെന്താണ് ഇത്ര വലിയ കാര്യമൊന്നും എനിക്ക് മനസ്സിലായില്ലേ? എന്നിട്ട് പുള്ളിക്കാർ പറയുന്നത് ഇത് ഹർട്ട് ചെയ്ത് കണ്ടു. എന്താണ് ഹർട്ട് ചെയ്ത്? ഈ ഹർട്ട് ചെയ്തതിനെതിരെ പേളിയുടെ അഭിപ്രായം പറയണമെങ്കിൽ അതല്ലേ പറയേണ്ടത്. പോലീസുകാർ മറ്റേ വടികളിൽ ആണിയും തവച്ചു വെച്ചും ഷോക്കടിപ്പിക്കുന്ന വടി ഉപയോഗിച്ചും അതുപോലെ പെല്ലറ്റ് ഗണ്ണ് ഉപയോഗിച്ചും ഒക്കെ ആളുകളെ എന്ത് ചെയ്യുന്നു, ഉപദ്രവിക്കുന്നു. ഇനി ഇതെല്ലാം പോട്ടെ, ഈ ലോകം മുഴുവൻ കണ്ടൊരു വീഡിയോ ഉണ്ടല്ലോ, ഒരു പെൺകുട്ടിയോട് ഇവിടെ നിന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ പറയുന്നു. പോകുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, ആ പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ വടിവെച്ച് എന്ത് ചെയ്യുന്നു, കുത്തുന്നു. എന്തൊരു വൃത്തികേടാണത്. ആ വൃത്തികേട് കണ്ടിട്ട് പോലും പേളിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ 2 പേർക്കും ചില അപകടങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറ്റിയിട്ടുണ്ട്. ഇത് 118 പോലീസുകാർക്കും 38
സ്റ്റുഡൻസിനും അപകടം പറ്റിയെന്ന് എഴുതിയേക്കണം. അത് ഞാൻ വിചാരിക്കുന്നത് പേളിമാണി എഴുതിയാന്ന് പോലെയല്ല. പേളിമാണിക്ക് ഇത് ആരോ എഴുതി കൊടുത്തിട്ട് ചെറിയ ചില്ലറ ആരാം ഇതങ്ങ് ഇട്ടോന്ന് എത്തിയതായിരിക്കും, പറഞ്ഞായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ് പുള്ളിക്കാരി. അതിലൊന്നും എനിക്ക് സംശയമില്ല. ഇതിന് കാശ് കിട്ടിയില്ലോ എന്ന് മാത്രമേ എനിക്ക് സംശയിക്കാറില്ല. ഇനി ഈ തള്ളിൻ്റെ ഒന്നും എന്തില്ല, ആവശ്യമില്ല. മനസ്സിലായി? ശരിക്കും പറഞ്ഞാൽ അവരെ അനുകൂലിച്ചാൽ പോലും കുഴപ്പമില്ല. നിങ്ങൾ അവരെ അനുകൂലിക്കുമ്പോൾ നമുക്കറിയാലോ പ്രത്യക്ഷത്തിൽ അവർ നമ്മുടെ ശത്രുവാണെന്ന്. ഇത് ഇപ്പുറത്ത് വന്ന് നിന്നിട്ട് എന്താണ് കട്ടപ്പയണേക്കാൾ വലിയ പണിയാണ്. നമ്മൾ ജയിക്കുമെന്ന് തോന്നുമ്പോൾ ബാക്കിൽ കൂടി കുത്താനുള്ള പണിയാണ് പുള്ളിക്കാരിയാണ്. അതുകൊണ്ട് അത് പുള്ളിക്കാരിയിൽ ചേഞ്ച് ഉണ്ടാക്കുന്നത് ഹട്ട് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഡയലോഗാണ്, അത് ശ്രദ്ധിക്കണേ. ഓൾ ഐ കുഡ് തിങ്ക് വാസ്, ആകെ എനിക്ക് ചിന്തിക്കാൻ പറ്റിയത് മാത്രമാണ് പ്ലീസ് ഡോണ്ട് ഗെറ്റ് ഹർട്ട്. എന്ത് ചെയ്യരുത്, മുറി ഒന്നും ഏൽക്കരുത്. മനസ്സിലായി? അതിനെന്ത് ചെയ്യണം? പേളിമാണിയെ പോലെ വീട്ടിൽ തന്നെ നമ്മൾ ഇരിക്കണം. മനസ്സിലായി? അങ്ങനെ നിങ്ങൾക്കൊരു മുറിവ് ഏൽക്കരുത്. അതുകൊണ്ട് പ്ലീസ് സ്റ്റേ സേഫ്. നിങ്ങൾ വളരെ ഇതായിട്ട് ഇരിക്കണം. ഇഫ് യുവർ ലൈഫ് ഈസ് ഇൻ ഡേഞ്ചർ, നിങ്ങളുടെ ലൈഫ് അപകടത്തിലാണെങ്കിൽ, അപകടത്തിലാക്കുന്ന ആരാണ്? അവർക്കെതിരെ പുള്ളിക്കാരിക്ക് ഒരു വാക്ക് പോലും ഇത് വിടിയാടാനില്ല. പക്ഷെ അവർ ഗോ ബാക്ക് ടു ഹോം. അപ്പോഴും ഇത് അപകടത്തിലാക്കുന്നത് ആരാണ്? പാകിസ്ഥാൻ വെട്ടാൾക്കാർ വന്നിട്ട് ഇന്ത്യ ആക്രമിക്കുകയാണ്. പിന്നെന്താണ്? സിസ്റ്റം. അവിടെ ഗവൺമെന്റ് ആണ് ഇത് അപകടത്തിലാക്കുന്നത്. ഗവൺമെന്റ് പോലീസാണ്. അപ്പൊ അതിനൊന്നും പുള്ളിക്ക് നോ കോസ് ഈസ് വർത്ത് ലൂസിങ് എ ലൈഫ് ഓവർ. ഗംഭീരം. അതായത് ഒരു കാരണവും നമ്മുടെ ജീവിതത്തെക്കാൾ വലുതല്ല, അതുകൊണ്ട് ജീവിതമാണ് വലുതെന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പാകിസ്ഥാൻ പട്ടാളം നമ്മളെ കയറി ആക്രമിച്ച് യുദ്ധം ചെയ്യണമെങ്കിൽ പേളി എന്ത് നിലപാടെടുക്കും? പറഞ്ഞേ. നോ കോസീസ് എന്ത് കാരണമാണെങ്കിലും അതെന്തല്ല നമ്മുടെ ലൈഫിനേക്കാൾ വലുതല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സാഷ്ടാംഗം പ്രണമിച്ചിട്ട് ഓക്കെ നിങ്ങൾ എന്ത് ചെയ്തോളൂ എന്ന് പറയോ? എന്താടോ നന്നാകാത്തെന്ന് ചോദിക്കുന്നില്ല. എന്താടോ കുറച്ചെങ്കിലും എന്ത് ചെയ്യാത്തത്? വിവേകമില്ലാത്തത്, വിവരമില്ലാത്തത് എന്നല്ല ചോദിക്കട്ടെ. ഈ നാടിനെങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് ഇടക്ക് എൻ്റെ പൊന്നു മാണി സാറെ, താങ്കൾ ഈ മറ്റേ മോട്ടിവേഷണൽ ടോക്കൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് കൊച്ചിനും കൂടി ഇടക്കൊന്ന് പറഞ്ഞു കൊടുക്ക്. എനിക്ക് പുള്ളിയോടൊക്കെ നല്ല ഇഷ്ടമാണ്. പുള്ളിയോട് പറയാനുള്ളത് പുള്ളി പറഞ്ഞു കൊടുക്കുക. കാലുവല വീട്ടിൽ വെറുതെ അങ്ങോട്ട് കൂടെ നടക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുക. ഈ നാട്ടിൽ മറ്റേ സ്വന്തമായി ജീവിക്കാവുന്ന എല്ലാ സാഹചര്യവും ഉണ്ടാകും. ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അതിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് സ്വന്തം കൈവശം ഉണ്ടായിട്ടും അത്തരത്തിൽ മറ്റൊരാളെ ചവിട്ടി പുറത്താക്കുന്നത് കേട്ട് പ്രതികരിക്കാൻ നിന്നതുകൊണ്ടാണ് മോഹൻദാസ് എന്ന് പറയുന്ന ഒരാൾ, മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയായി മാറിയതും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതും. സൗകര്യമില്ലാത്തതും ഇവര് ടോട്ടലി പറഞ്ഞു വെക്കുന്ന ഇ ഡി റെയ്ഡിനെ ഭയപ്പെട്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതെന്നൊക്കെയാണ് പറയുന്നത്. നിൽക്കാൻ പഠിച്ചാണെന്ന് പറയുന്നത്. പിന്നെ ആ പോസ്റ്റർ ഏറ്റവും പ്രാധാന്യമുള്ള വാക്ക് ഏതാന്ന് ചോദിച്ചാൽ ജീവിതത്തെക്കാൾ വലുതല്ലേ ജീവൻ എന്നുള്ള ഒരു വാക്ക്. ജീവൻ കളയണ്ട, അവിടെ പോയി അതുകൊണ്ട് വീട്ടിലിരിക്കുമെന്ന്. അതങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് നോക്കുമ്പോൾ ഒരു സമാധാനപരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ അങ്ങനെ വേണമെങ്കിൽ സംസാരിക്കാം. ഇതിനൊക്കെ ആയിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ട് ജീവൻ കളയണ്ട എന്ന് വീട്ടിൽ പോയിരിക്കെ, അക്രമമല്ലല്ലോ വലുത്, സമാധാനപരമായിട്ട് പോട്ടെ, ഇങ്ങനെയൊക്കെ അങ്ങനെ ഒരു പക്വതയായ ഒരു സ്ത്രീയുടെ വാക്കുകളായിട്ട് വേണമെങ്കിൽ കരുതാം. പിന്നെ ഇതിന്റെ നാനാവശവും ചിന്തിച്ചിട്ട് മാത്രമേ സംസാരിക്കുകയുള്ളൂ. അങ്ങനത്തെ രീതിയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഗാന്ധിജി പേളി പറഞ്ഞ പോലെ ചിന്തിച്ചിരുന്നുവെങ്കിൽ നമ്മളൊക്കെ ഇന്ന് ഈ സ്വാതന്ത്ര്യത്തോടെ ഇങ്ങനെ ഇവിടെ ഇരിക്കത്തില്ല. കാരണം ഒന്നിനും ഇറങ്ങാൻ പറ്റാതെ ജീവൻ പോവുകയോ അല്ലെ നമുക്ക് അതുകൊണ്ട് അങ്ങനെ പോകണ്ട, സമാധാനമായിട്ട് വീട്ടിൽ ഇരിക്കാം എന്ന്, സമരത്തിനൊന്നും പോകണ്ടെന്ന് ഗാന്ധിജി അങ്ങ് തീരുമാനം എടുത്ത് സ്വന്തം കാര്യം നോക്കി ജീവനല്ലേ വലുത് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ അവിടെ ഇരിക്കുമായിരുന്നെങ്കിൽ ഇന്നും ഇപ്പം നമ്മളിപ്പോഴും ബ്രിട്ടീഷുകാരുടെ ഷൂവിന്റെ അടിയിൽ ഞെങ്ങി അമർന്ന് കിടന്നേനെ. ഏതായാലും അങ്ങനെ ഇവര് പറയുമ്പം പേളി പറഞ്ഞു വെച്ചത് വളരെയധികം മോശമാണ്. പിന്നെ പേളി അതല്ലാതെ ആരെക്കൊണ്ടേലും എഴുതിച്ചാണോ അല്ലോ എന്ന് ഇവർ പറയുന്നുണ്ട്. അതല്ലാതെ ഒരു വഴിക്ക് നോക്കുകയാണെങ്കിൽ സമാധാനപ്രിയ ആയിട്ടുള്ള ഒരു ഇത് എന്ത് പറഞ്ഞാലും ടോട്ടലി ഇപ്പൊ എന്താണെങ്കിലും യുവജനങ്ങൾ മുഴുവൻ പേളിമാണിയെ അൺഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അതൊരു ക്യാമ്പ് പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ ഫോൺ എടുക്കുക, അൺഫോളോ ചെയ്യുക, ഫോൺ എടുക്കുക, അൺഫോളോ ചെയ്യുക, അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടു. പേളിയുടെ പേജ് എടുക്കുക, അൺഫോളോ ചെയ്യുക, അങ്ങനത്തെ. പക്ഷെ ചിലരൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇതെല്ലാം ആ കുട്ടികളുടെ ഒരു വീഡിയോ വന്നു കഴിയുമ്പോൾ തിരിച്ചു പൊക്കോളും, വലിയ പ്രശ്നമില്ല. അതും ഒരു പരിധി വരെ ശരിയാണ്. നമ്മുടെ ഫാമിലി വ്ളോഗായ മല്ലു ഫാമിലി ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു വിവാദത്തിൽ പെട്ടപ്പോൾ തന്നെ ഇതേപോലെ അവരുടെ അൺസബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു ജനം. അത് കഴിഞ്ഞപ്പം കുറച്ച് കഴിഞ്ഞപ്പം നേരെ തിരിച്ചുപോയി. അത് നമ്മൾ സ്ഥിരം കാണുന്നതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇനി ഏതായാലും ഇതിലൂടെ രഞ്ജിനിയോടുണ്ടായിരുന്ന കുറെ പേരുടെ ഒരു എതിർപ്പൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുണ്ട്. ടോട്ടലി ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.